10ാം ക്ലാസ്സിലെ CBSE റിയൽ നമ്പേഴ്സിലെ MCQs ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. n square minus 1 is divisible by 8 if n is n ഒരു ഇൻറ്റിജർ ആണ് വെച്ചെങ്കിൽ നമുക്ക് പറയാം n ഇൻറ്റിജറിൽ 1 -1 ഉണ്ടാവും അല്ലേ, 2 -2 ഉണ്ടാവും. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജറും ഉണ്ടാവും, നെഗറ്റീവ് ഇൻറ്റിജറും ഉണ്ടാവും. പക്ഷേ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് അത് പോസിറ്റീവായി വരും. പക്ഷേ എന്താണ് 1 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 -1 0 ആയിട്ട് വരും. പക്ഷേ നെക്സ്റ്റ് വരുമ്പോൾ 2 സ്ക്വയർ 4 -1 എത്രയാണ് 3. അത് ഡിവിസിബിൾ ബൈ 8 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പിന്നെ നാച്ചുറൽ നമ്പർ എടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് വരിക. ഇനി ഓഡ് നമ്പർ എടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 2n + 1 എന്നുള്ള ഫോമാണ്. 2n + 1 ഹോൾ സ്ക്വയർ -1. അപ്പോൾ എന്ത് വരും? 4n² + 4n + 1 -1. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് പോയി. 4n-നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 4n × n + 1 എന്ന് വരും. അപ്പോൾ ഇതെന്താണ്? 4n എന്ന് പറഞ്ഞാൽ n-ന് 1 കൊടുത്താൽ എന്ത് വരും? 4 × 2 വരും, അതായത് 8. ഇപ്പോൾ ഡിവിസിബിൾ ബൈ 8 ആയി. ഇനി n-ന് 2 കൊടുത്താലോ? 4 × 2 8. അപ്പോൾ ഇവിടെ തന്നെ ഡിവിസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലേ. 8 × 2 + 1 വരും 3. അപ്പോൾ എന്താണ് ആൻസർ വരിക? ആൻ ഓഡ് ഇൻറ്റിജർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ദ പ്രോഡക്റ്റ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് ഈസ് ഡിവിസിബിൾ ബൈ 3 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കണം? n - 1 n + 1. ഇതാണ് 3 കോൺസിക്യൂട്ടീവ് ഇൻറ്റിജേഴ്സ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ n ഇവിടെ നിർത്തി n - 1 × n + 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n² - 1 ആണെന്ന് അല്ലേ. അപ്പോൾ n × n² - 1 എന്ന് വന്നു. അപ്പോൾ ഇതിൽ 1 കൊടുത്താൽ നമുക്ക് എന്ത് വരും? 0 വരും. 1 - 1 0 വരും. n = 1 ആവുമ്പോൾ 0 ആണ് ആൻസർ വരിക. ഇനി n = 2 ആവുമ്പോഴോ? 2 × 2² - 1 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 2 × 3 6. അപ്പോൾ ഏതുകൊണ്ടാണ് ഡിവിസിബിൾ ആണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ n = 3 കൂടി നമുക്ക് നോക്കി നോക്കാം. 3 × 3² - 1 എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതാവുമ്പോഴും നമുക്ക് ഡിവിസിബിൾ ബൈ 6 ആണ്. അപ്പോൾ നമുക്ക് ഏത് ആൻസർ പറയാം? ബി എന്നുള്ളത് ആൻസർ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 615 ആൻഡ് 963 ലീവിംഗ് റിമൈൻഡർ 6 ഇൻ ഈച്ച് കേസ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 615 നമ്മൾ ഏതാണോ റിമൈൻഡർ അത് മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 609 എന്ന് കിട്ടും അല്ലേ. 609. ഇനി അടുത്തതിൽ എന്താണ്? 963 ആണ്. അപ്പോഴും 6 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 759 957 വരും. ഇനി ഇതിൻ്റെ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. 609-ൻ്റെയും 957-ൻ്റെയും HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ നമുക്ക് അറിയാം എന്തായാലും 82 അല്ലെങ്കിൽ 95 ആയിരിക്കില്ല. കാരണം എന്താണ്? ഇതിനെ പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ സാധിക്കണം. 609-നെയും 957-നെയും പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്തായാലും അത് 2-ലോ 5-ലോ അവസാനിക്കണതാവില്ല. 7-ലാണ് വെച്ചെങ്കിൽ 87-ഓ അല്ലെങ്കിൽ 93-ഓ പോസിബിൾ ആണ്. കാരണം വൺസ് പ്ലേസിൽ 7 വരുമ്പോൾ 7 7s are 49 വരും അല്ലേ. അപ്പോൾ 87 × 7 നോക്കി നോക്കൂ. 7 7s are 49, 4 8 7s are 56 + 4 609 വരും. അപ്പോൾ പോസിബിൾ ആണ് 87. അപ്പോൾ എത്രയാണ്? ഇവിടെ 7ഉം വരും. പിന്നെ ഇതിന് പോസിബിൾ ആണോ നോക്കൂ. 87 × 10 ആവുമ്പോൾ 870 വരും. 11 നോക്കി നോക്കൂ. 87 × 11 ആവുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുക? 8 ഇവിടെ എഴുതുക, 7 ഇവിടെ എഴുതുക. 8ഉം 7ഉം കൂടി കൂട്ടിയാൽ 15 ആണ്. അപ്പോൾ
ഡബിൾ സ്ഥാനം ഉണ്ട് വെച്ചെങ്കിൽ നമ്മൾ ഇതിനോട് കൂടി കൂട്ടണം. അപ്പോൾ 957 എന്ന് വന്നു. അപ്പോൾ ഏതാണ് 11 എന്നുള്ളതാണ് ഇവിടെ വരിക. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് HCF ഏത് കിട്ടി? 87 കിട്ടി. കാരണം ഇനി 7നും 11നും കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 87 എന്നുള്ളത് ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് 70 and 125 ലീവിംഗ് റിമൈൻഡർ 5 and 8 റെസ്പെക്റ്റീവ്ലി. അപ്പൊ എങ്ങനെയാണ് ചെയ്യുക? 70 ഇന്നും 5 മൈനസ് ചെയ്യണം. അപ്പൊ 65 കിട്ടി. പിന്നെന്താണ്? 125 എന്ന് 8 മൈനസ് ചെയ്യണം. അപ്പൊ എത്ര വരും? 7 117ഉം കിട്ടി. അപ്പൊ 65ന്റെയും 117ന്റെയും കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ, അതായത് HCF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിന് എന്ത് വരും? കോമൺ ആയിട്ട് എന്ത് വരും? 13 വരില്ലേ? 13 5s are 65. പിന്നെ ഇവിടെ 13 9 നോക്കി നോക്കൂ. 3 9s are 27 2 117. അപ്പോൾ ഇവിടെ എന്ത് ഇടണം? 9 ആണ് വരുന്നത് അല്ലേ? 13 ഇൻറ്റു 9 117 വരും. അപ്പോൾ 5നും 9നും ഇനി കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ആൻസർ ഏതാണെന്ന് പറയാം? 13 ആണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If two positive integers a and b are written as a equal to x cube y square and b equal to xy cube, xy are prime numbers, then LCM of a b. എങ്ങനെയാണ് LCM കാണുക? എയിലും ബിയിലും ഉള്ള ഫാക്ടേഴ്സിൽ എക്സിന്റെ ഫാക്ടർ ഏറ്റവും വലുത് ഇതിലേതാണ്? എക്സ് ക്യൂബ് ആണ്. പിന്നെ വൈയുടെ ഫാക്ടറിയിൽ ഏറ്റവും വലുത് ഏതാണ്? വൈ സ്ക്വയർ ആണോ വൈ ക്യൂബ് ആണോ? വൈ ക്യൂബ് ആണ്. അപ്പോൾ ഏറ്റവും വലിയ ഫാക്ടേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ LCM എഴുതുക. LCM ഈക്വൽ ടു എക്സ് ക്യൂബ് വൈ ക്യൂബ്. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് HCF ഓഫ് 26 169 ഈക്വൽ ടു 13, then LCM ഓഫ് 26 169. നമുക്കറിയാം HCF ഓഫ് എ ബി ഇൻറ്റു LCM ഓഫ് എ ബി എന്ന് പറയണത് എന്താണെന്ന് പറയാം? എ ഇൻറ്റു ബി, അതായത് പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് നമ്പേഴ്സ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതില് 26ഉം 169. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 26 ഇൻറ്റു 169 ഈക്വൽ ടു 13 ഇൻറ്റു LCM എന്ന് പറയാം. അപ്പൊ നമുക്ക് ഇതിന്ന് LCM കണ്ടുപിടിച്ചൂടെ? LCM ഈക്വൽ ടു 26 ഇൻറ്റു 169 ഡിവൈഡഡ് ബൈ 13. 13 2 പ്രാവശ്യമാണ് ഇവിടെ വരിക. അപ്പോൾ 169 ഇൻറ്റു 2, അതായത് 338. സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ HCF ആൻഡ് LCM ഓഫ് 12 21 15 റെസ്പെക്റ്റീവ്ലി ആർ. HCFും LCMും ആണ് കണ്ടത്. HCF കാണാൻ ഇവിടെ ഫാക്ടേഴ്സ് ആക്കുക. 12നെ 3 ഇൻറ്റു 4 എന്നാണ് എഴുതുക അല്ലെ? അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 3 ആണ് 12. 21നെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 7 എന്ന് എഴുതാം. 15നെ എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇനി HCF കാണുമ്പോൾ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ HCF എന്ത് വരും? 3 എന്നുള്ളത് വരും. ഇനി LCM എടുക്കുമ്പോൾ ഹയസ്റ്റ് പവർ ആണ് നമ്മൾ നോക്കേണ്ടത്. 2ല് ഹയസ്റ്റ് പവർ ഇതിലേതാണ്? 2 സ്ക്വയർ ആണ് അല്ലെ? ഇനി 3ല് 3 തന്നെയാണ് ഹയസ്റ്റ് പവർ. പിന്നെ 7ല് 7 തന്നെയാണ്. 5ലോ 5 തന്നെയാണ്. അപ്പൊ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്തതാണ് LCM. അപ്പൊ എന്ത് വരും? 4 ഇൻറ്റു 5 20 വരും. 20 ഇൻറ്റു 21 അത് എത്രയാണ്? 420. അപ്പോൾ 420 ആണ് LCM. HCF ഏതാണ്? 3 ആണ്. അപ്പൊ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഇറാഷണൽ നമ്പേഴ്സ് ഈസ്. ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് P/Q എന്നുള്ള ഫോമിൽ എഴുതാൻ സാധിക്കില്ല. അങ്ങനെയുള്ളതാണ് നമ്മൾ ഇറാഷണൽ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്ക് √3ഉം √6ഉം എന്നുള്ളത് നമുക്കൊരു ഇറാഷണൽ നമ്പർ ആയിട്ട് എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? 3√2 എന്ന് എഴുതാം. അപ്പൊ ഇതും ഒരു ഇറാഷണൽ നമ്പർ ആണ്.
പക്ഷെ ചില കേസിൽ √2 ഇൻറ്റു √2 വരുമ്പോൾ നമുക്ക് എന്ത് വരും? 2 എന്ന് വരും. അപ്പൊ അത് റാഷണൽ നമ്പർ ആണ്. അപ്പോൾ ഒന്നുകിൽ റാഷണൽ ആവാം അല്ലെങ്കിൽ ഇറാഷണൽ ആവാം. അപ്പൊ സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3.27 ബാർ ഈസ്, ഇത് എന്താണ്? 3.27 ബാർ എന്ന് പറഞ്ഞാൽ 3.272727 അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബാർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യണതാണ്, പിന്നെ എന്താണ്, ടെർമിനേറ്റ് ചെയ്യണമില്ല. അങ്ങനെയുള്ള ഇതെന്താണ്? റാഷണൽ നമ്പർ ആണ്. അപ്പൊ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. കാരണം എന്താണ്? റാഷണൽ നമ്പർ ആണെന്ന് പറയാൻ കാരണം എന്താണ്? എക്സ് ഈക്വൽ ടു 0.2727 എക്സിട്ര എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ 100x ഈക്വൽ ടു 27.2727 എക്സിട്ര എന്നാക്കാം. അപ്പൊ നമുക്ക് ഇതിനെ ഇതിന്ന് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? 99x ഈക്വൽ ടു 27 എന്ന് എഴുതും. x ഈക്വൽ ടു 27 ഡിവൈഡഡ് ബൈ 99 എഴുതാം. അതിനെ ചെറുതാക്കുമ്പോൾ നമുക്ക് എന്ത് വരും? 3 9s are 27. ഇവിടെ എന്താണ്? 11 9s are 99. അപ്പൊ 3/11 എന്നുള്ളതാണ് ഇവിടെ വരുന്ന റാഷണൽ നമ്പർ. അപ്പൊ നമുക്ക് ഇതിന് റാഷണൽ നമ്പർ എന്നാണ് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. If 3 is the least prime factor of a number A and 7 is the least prime factor of a number B, then the least prime factor of A plus B is. 3 least prime ആണ് എങ്കിൽ അതൊരു എന്ത് നമ്പർ ആവും? ഓഡ് നമ്പർ ആവും അല്ലെ? ഓഡ് നമ്പർ ആവും. ഇനി 7 ലീസ്റ്റ് പ്രൈം ആണ് വെച്ചെങ്കിലോ അതും ഒരു ഓഡ് നമ്പർ ആവും. അപ്പൊ രണ്ട് ഓഡ് നമ്പറും കൂടി നമ്മൾ സം ചെയ്താൽ എന്ത് വരും? ഒരു ഈവൺ നമ്പർ വരും. ഈവൺ നമ്പർ ആണ് വെച്ചെങ്കിൽ അതിന്റെ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 2 വരും. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ, 2 എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദീസ് ഈസ് എ റാഷണൽ നമ്പർ? റാഷണൽ നമ്പർ ആണ് വെച്ചെങ്കിൽ പൈ എന്തായാലും നമുക്ക് ഇറാഷണൽ ആണ് എന്ന് പറയാൻ സാധിക്കും. പൈ, ഇവയൊക്കെ ഇറാഷണൽ നമ്പർ ആണ്. ഇതെന്താണ്? 5√5 √5 ഉള്ളതുകൊണ്ട് നമുക്ക് ഇറാഷണൽ ആണെന്ന് പറയാൻ സാധിക്കും. ഇതിലെന്താണ്? ഇത് എന്താണ്? നോൺ റിപ്പീറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ് ആണ്. അപ്പൊ ഇതും ഇറാഷണൽ ആണ്. ഇതിലെന്താണ്? ഇതില് റിപ്പീറ്റ് ചെയ്യണ്ട്, പക്ഷെ ഏതാണ്? 6 മാത്രമാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇതിനെ റാഷണൽ എന്ന് പറയാൻ സാധിക്കും. നോൺ ടെർമിനേറ്റിംഗ്, റിപ്പീറ്റിംഗ്, അപ്പൊ അതാണ് റാഷണൽ. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദീസ് നമ്പേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് 2 or more പ്രൈം നമ്പേഴ്സ്? ഇതില് ആൻസർ നമുക്ക് അറിയാം. കാരണം എന്താണ്? 5 × 3 ആണ് 15. അപ്പൊ ഇതിനെ പ്രോഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ സാധിക്കും, പ്രൈം നമ്പേഴ്സ് ആയിട്ട്. ഇതിലും പ്രൈം നമ്പേഴ്സ് ആണ്. 5 × 3 × 13 ആണ് അപ്പൊ വരിക. അപ്പൊ പ്രൈം നമ്പേഴ്സിന്റെ എന്തായി? പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പൊ 1ഉം 3ഉം ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഓൾ ഓഫ് ദീസേ ഉള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഡി എന്നുള്ളതാണ് ഓപ്ഷൻ എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ 3 4 5 6 8നെ നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് എഴുതാനും സാധിക്കും. പക്ഷെ നമുക്ക് അധികം സമയം കളയാനില്ല. അതുകൊണ്ട് 1ഉം 3ഉം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ഡി തന്നെ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If a number of the form 8⁻n where n is a natural number greater than 1 cannot be divisible by. അതായത് 8⁻n എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മാത്രമേ അതിൽ പ്രൈം ഉള്ളൂ അല്ലെ? 2³ ആണ് 8. അപ്പൊ ഇതിനെ എന്ത് എഴുതാം? 2³ എന്ന് എഴുതാം. അപ്പൊ ഇതിലുള്ള പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് 2 മാത്രമേ ഉള്ളൂ.
അപ്പൊ ഇതിനെ ഡിവിസിബിൾ ബൈ 1 ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് എന്താണ് 8 ഇൻറ്റു 8 ആണ് 64, അതും ഡിവിസിബിൾ ആണ്. പക്ഷെ ഇതിൽ എങ്ങനെയാണ് വരിക? അതായത് 40 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 4 ആണ് അല്ലെ 40. അപ്പൊ 2 ഇൻറ്റു 5 ഇൻറ്റു 2 സ്ക്വയർ, അതായത് 2 ക്യൂബ് ഇൻറ്റു 5, അതാണ് 40. പക്ഷെ ഈ 5 ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനെ ഡിവിസിബിൾ ആക്കണം എങ്കിൽ ഈ 8 എന്ന് പറയുന്നതിൽ ഒരു പ്രൈം ഫാക്ടർ 5 വേണം, എങ്കിലേ ഇതുകൊണ്ട് ഡിവിസിബിൾ ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഡിവിസിബിൾ അല്ലാത്ത നമ്പറിൽ ഏത് വരും? 40 എന്ന് വരും. കാരണം എന്താണ്? ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ക്യൂബ് ഇൻറ്റു 5 ആണ്. അപ്പൊ 2ഉം 5ഉം ഫാക്ടേഴ്സ് ആയി വരണം. അപ്പൊ ഇതില് നമ്മളുടെ തന്നിരിക്കുന്ന 8n ആകെ പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത് 2 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബി എന്നുള്ളതാണ് ഓപ്ഷൻ എന്ന് മനസ്സിലാക്കാം. Next question, 1, 2, 4, 5 is a factor of the number p and q. Which of the following will always have 1, 2, 4, 5 as factor? നമുക്കറിയാം 1, 2, 4, 5 ഫാക്ടർ ആണ് പിന്റെയും ക്യൂവിന്റെ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ 1, 2, 4, 5 പി എന്നുള്ള ഒരു നമ്പർ ആണ് എന്ന് വിചാരിച്ചു. 1, 2, 4, 5 ക്യൂ ഉള്ള ഒരു നമ്പറും ഉണ്ട്. അപ്പൊ ഇതിനെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്തായാലും 1, 2, 4, 5 കോമൺ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ പി പ്ലസ് ക്യൂ. അപ്പൊ ഇതിനെ 1, 2, 4, 5 കൊണ്ട് ഡിവിസിബിൾ ആണ് അല്ലെ. 1, 2, 4, 5 ഇൻറ്റു പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഡിവിസിബിൾ ആണ് ഏതുകൊണ്ട്? 1, 2, 4, 5 കൊണ്ട്. അപ്പൊ നമുക്ക് ഇത് പറയാൻ പറ്റും, ഇതിന് പി പ്ലസ് ക്യൂവിന്റെ ഒരു ഫാക്ടർ ആണെന്ന് പറയാൻ സാധിക്കും. ഇനി എന്താണ് പി ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? 1, 2, 4, 5 പി ഇൻറ്റു 1, 2, 4, 5 ക്യൂ. ഇതിലും നമുക്ക് എന്ത് പറയാം? അതായത് 1, 2, 4, 5 സ്ക്വയർ ഇൻറ്റു പി ക്യൂ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് പറയാം? ഇതിന്റെ ഒരു ഫാക്ടർ ആണ് 1, 2, 4, 5. അപ്പൊ ഡിവിസിബിൾ ആണെന്ന് പറയാൻ സാധിക്കും. പക്ഷെ പി ബൈ ക്യൂ എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താണ്? 1, 2, 4, 5 ക്യാൻസൽ ചെയ്ത് പോവും, പി ബൈ ക്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഡിവിസിബിൾ ആണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ? ഓൺലി 1 ആൻഡ് 2. അപ്പൊ ഇന്നത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.